നമസ്കാരം. പ്രധാന വാർത്തകൾ. വഞ്ചിയൂർ കോടതിയിൽ വീണ്ടും ബോംബ് ഭീഷണി. കോടതി ഔദ്യോഗിക ഇമെയിലിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡ് കോടതിക്കുള്ളിൽ പരിശോധന നടത്തുന്നു. കോട്ടയം, പാലക്കാട്, കൊല്ലം കളക്ടറേറ്റിൽ ഇന്നലെ സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി എത്തിയിരുന്നു. കോട്ടയത്തെ കളക്ടറുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. പാലക്കാട് കളക്ടറേറ്റിൽ ബോംബ് വെച്ചെന്നായിരുന്നു ഭീഷണി സന്ദേശം. കഴിഞ്ഞ ദിവസം പാലക്കാട് RDO ഓഫീസിലും ബോംബ് ഭീഷണി സന്ദേശം വന്നിരുന്നു. പാലക്കാട് കളക്ടർക്ക് ഭീഷണി സന്ദേശം അയച്ചത് തമിഴ്നാട് റീട്രീവൽ ഗ്രൂപ്പിന്റെ പേരിലാണ്. മുൻ ISRO ചെയർമാൻ K. കസ്തൂരിരംഗൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ വസതിയിലായിരുന്നു അന്ത്യം. 1994 മുതൽ 2003 വരെ 9 വർഷം ഇസ്രോയുടെ മേധാവിയായിരുന്നു അദ്ദേഹം. പിന്നീട് 2003 മുതൽ 2009 വരെ രാജ്യസഭ MP ആയി. പത്മവിഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. 1940 എറണാകുളത്താണ് ഡോക്ടർ കസ്തൂരിരംഗൻ ജനിച്ചത്. കേരളത്തിൽ വന്ന് താമസിച്ച തമിഴ്നാട് സ്വദേശികളാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും. ഇൻസാറ്റ്, PSLV, GSLV സാറ്റലൈറ്റുകളുടെ വികസനം ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. ഷഹബാസ് കൊലപാതകത്തിൽ വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അത് കുട്ടികളുടെ ജീവന് ഭീഷണിയാണെന്നും കോടതി വ്യക്തമാക്കി. ട്യൂഷൻ സെന്ററിനുണ്ടായ യാത്രയയപ്പ് ചടങ്ങിലെ പ്രശ്നങ്ങൾക്കൊടുവിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പോർവിളി ഉയർത്തിയ സംഘർഷത്തിനിടെയാണ് മുഹമ്മദ് ഷഹബാസിനെ ആസൂത്രിതമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വെഴുപ്പൂർ റോഡിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിച്ചിരുന്ന 6 SSLC വിദ്യാർത്ഥികളാണ് നിലവിൽ കേസിലെ കുറ്റാരോപിതർ. കേസിൽ വിദ്യാർത്ഥികളെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നതെന്നും സംഭവത്തിൽ മുതിർന്നവരുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇല്ലെന്നുമാണ് പോലീസ് പറയുന്നത്. വിനോദയാത്രയ്ക്കെത്തി 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. വിനോദയാത്രയ്ക്കെത്തിയ സംഘം ഡാമിൽ കുളിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ചെന്നൈയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ധരുൺ, രേവന്ത്, ആന്റോ എന്നിവരാണ് ആളിയാർ ഡാമിൽ മുങ്ങി മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ സംഘം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. ഒഴുക്കിൽപ്പെട്ടവരെ പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല. മൂവരുടെയും മൃതദേഹം പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. സന്തോഷ് വർക്കി അറസ്റ്റിൽ. അറസ്റ്റ് നടിമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ. കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചതാണ് പരാതി. നടി ഉഷ ഹസീന, ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത്. സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് കാട്ടിയായിരുന്നു നടിമാരുടെ പരാതി. നടി ഉഷ ഹസീനയും സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയിരുന്നു. ആലപ്പുഴ ഡിവൈഎസ്പിക്കായിരുന്നു ഉഷ ഹസീന പരാതി നൽകിയത്. 40 വർഷത്തോളമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ ആറാട്ടണ്ണന്റെ പരാമർശം വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു.